നമസ്കാരം. നിലവിളക്കിലെ പ്രകാശം ശുഭകരമാണ്. അത് അന്ധകാരത്തിൽ നിന്നും നമ്മെ വെളിച്ചത്തേക്ക് നയിക്കുന്നതാകുന്നു. അജ്ഞതയ്ക്കെതിരായ അറിവിന്റെ വിജയത്തെ കുറിക്കുന്നതാകുന്നു. തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയത്തെയും സമൃദ്ധിയെയും പ്രതിനിധീകരിക്കുന്നതാണ്. ജ്വലിക്കുന്ന നിലവിളക്ക് ശുദ്ധവും നല്ലതും ശക്തവുമായ എല്ലാത്തിനെയും പ്രതിഫലിക്കുന്നതുമാണ്. വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് നിലനിൽക്കില്ല. വെളിച്ചം അറിവിന്റെയും ശാന്തതയുടെയും പ്രതീകമാണ്. അതിനാൽ ദിവസവും പ്രഭാതത്തിലും സന്ധ്യയ്ക്കും മൺചിരാതുകളും നിലവിളക്കും തെളിയിക്കുന്നത് ശുഭകരമാണ്. പതിവായി ദീപം തെളിയിക്കുന്ന ഇടത്ത് അജ്ഞതയും ദോഷവും അകന്നു നിൽക്കും എന്നും പരാമർശിക്കപ്പെടുന്നതാകുന്നു. നിലവിളക്കിന്റെ പ്രകാശം ഐശ്വര്യവും സമൃദ്ധിയും ജ്ഞാനവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ വിളക്ക് കത്തിച്ച് എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കുന്നത് ഭാരതത്തിന്റെ ഒരു ആചാരം തന്നെയാകുന്നു. നിലവിളക്ക് തെളിയിക്കുന്ന ദിശയ്ക്കും അതിൽ ഉപയോഗിക്കുന്നതായ എണ്ണയും തിരിയുമെല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ടതാകുന്നു. ഇതെല്ലാം ഓരോ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. നിലവിളക്കിൽ ഉപയോഗിക്കാവുന്ന വിവിധ തരം തിരികളും അവയുടെ ഫലങ്ങളും വിശദമായി തന്നെ മനസ്സിലാക്കാം. മഞ്ഞ കോട്ടൺ തുണിയാൽ നിർമ്മിച്ച തിരി ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ചാൽ സന്തോഷപ്രദമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. പാർവതി ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ ദീപനാളമാണ് മഞ്ഞ തിരിയാലുള്ള വിളക്ക് നാളം. ശുദ്ധമായ വെള്ള കോട്ടൺ തുണി മഞ്ഞൾ വെള്ളത്തിൽ നനച്ച് ഉണക്കി മഞ്ഞത്തിരി തെറുത്ത് എടുത്തുപയോഗിക്കാവുന്നതുമാണ്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഇപ്രകാരം നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇത് പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുകയും പ്രണയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നതിന് ഉത്തമം തന്നെയാകുന്നു. ചുവന്ന കോട്ടൺ തിരി മംഗല്യ ദോഷങ്ങൾ, വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ, കുടുംബ ദുരിതങ്ങൾ, സന്താന സംബന്ധമായ ദുരിതങ്ങൾ എന്നിവയിൽ നിന്നുള്ള മുക്തിക്കായി ചുവന്ന കോട്ടൺ തിരിയാനുള്ള വിളക്ക് തെളിയിക്കാവുന്നതാണ്. താമരയുടെ തണ്ട് തിരി മുൻജന്മത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ താമരയുടെ തണ്ടിൽ നിന്നുള്ള തിരി തയ്യാറാക്കി വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇത് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും എന്നാണ് പറയുക. വാഴനാരുതിരി അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമായി വാഴനാര് കൊണ്ട് തീർത്ത തിരി തെളിയിക്കാവുന്നതാണ്. പിതൃശാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാനും ഇത്തരം തിരിയാലുള്ള വിളക്കുകൾ നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും. പരുത്തിത്തിരി ഭാഗ്യം അനുഭവിക്കുവാൻ കോട്ടൺ തിരിയാൽ വിളക്കുകൾ തെളിയിക്കാവുന്നതുമാണ്. കൂടാതെ കുടുംബത്തിനും തനിക്കും ഭാഗ്യം വന്ന് ഭവിക്കുവാൻ പതിവായി ഈ തിരിയാൽ വിളക്ക് തെളിയിക്കാവുന്നതുമാണ്. ഏറ്റവും വിശേഷമാകുന്നു. പനിനീർത്തിരി മഹാലക്ഷ്മി കടാക്ഷവും പനിനീർത്തിരി മഹാലക്ഷ്മി കടാക്ഷവും സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും പ്രധാനമാകുവാൻ പനിനീർത്തിരിയാൽ വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇത് സമാധാനവും സംതൃപ്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും എന്നാണ് പറയുക. പനിനീരിൽ ഒരു ശുദ്ധമായ വെള്ള തുണി മുക്കി ഉണക്കിയാണ് ഈ തിരികൾ നിർമ്മിക്കുന്നത്. 2 തിരി. എന്നാൽ സാധാരണയായി നാം ഏവരും വീടുകളിൽ 2 തിരിയിട്ട വിളക്ക് തെളിയിക്കാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് നിങ്ങളെ ധനലാഭത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് വിശ്വാസം. 2 തിരിയിട്ട വിളക്ക് എന്തുകൊണ്ടും അഭികാമ്യമായ ഒന്നാണ് എന്നാണ് പരാമർശിക്കുന്നത്. അതിൽ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശകളിലാണ് തിരികളുടെ സ്ഥാനം വരേണ്ടത്. എന്നാൽ നിങ്ങളുടെ കടബാധ്യതകൾ ഇല്ലാതാവുകയും സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. 5 തിരിയിട്ട വിളക്ക് ഇപ്രകാരം തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു എന്നാണ് വിശ്വാസം. അതിന്റെ ഫലമായി കുടുംബത്തിലും വീട്ടിലും നാട്ടിലും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വവിധത്തിലും ഐശ്വര്യം നിറയ്ക്കും എന്നാണ് പറയുക. ഇത് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ ധനപരമായ നേട്ടങ്ങളും മറ്റ് ഐശ്വര്യങ്ങളും വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. എന്നാൽ 5 തിരിയിട്ട വിളക്ക് 4 ദിക്കുകളിലേക്കും 5ാമത്തെ തിരി വടക്ക് കിഴക്ക് ദിക്കുകളിലേക്കുമായിരിക്കണം. ഭദ്രദീപം കൊളുത്തുമ്പോൾ
ആദ്യം തെളിയിക്കേണ്ടത് വടക്ക് കിഴക്ക് ദിശയിലുള്ള തിരിയാണ്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് പ്രതീകാത്മകമായ പ്രദക്ഷിണം പാറ്റേണിൽ മറ്റ് തിരികൾ കത്തിച്ചുകൊണ്ട് ഇത് പിന്തുടരേണ്ടതുമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതിൽ പ്രധാന കാര്യം വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാന കാര്യം ഒരിക്കലും കരിന്തിരി കത്താൻ പാടില്ല എന്ന കാര്യമാണ്. ഈ കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കൂടാതെ വിളക്ക് ഒരിക്കലും നിലത്ത് വെറുതെ വയ്ക്കുവാൻ പാടുള്ളതല്ല. വിളക്കിന്റെ തിരി ഒരിക്കലും തെക്ക് ദിക്കിലേക്ക് വരാൻ പാടില്ല എന്നാണ് പറയുക. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലെണ്ണയിൽ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. വെളിച്ചെണ്ണയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാകുന്നു. വീടും പരിസരവും ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ വിളക്ക് തെളിയിക്കുവാൻ പാടൂ. പുണ്യാഹം തെളിക്കുന്നതും ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. ബാക്കി വരുന്ന തിരിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് പലരും തെറ്റായ രീതിയിലാണ് ഒഴിവാക്കുന്നത് എന്നതാണ് വാസ്തവം. ഇതേക്കുറിച്ച് ഇനി പരാമർശിക്കാം. ബാക്കി വരുന്ന തിരി അഥവാ എണ്ണ പൂജാമുറിയിൽ നിന്നും പുറത്തായി വയ്ക്കുക. ശേഷം ആഴ്ചയിൽ ഒരിക്കൽ ഇവ ഒന്നുകിൽ സാമ്പ്രാണിയിട്ട് നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരവും ഈശ്വരാധീനം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമാകുന്നു. അല്ലെങ്കിൽ വീടിന്റെ കിഴക്ക് ദിശയിൽ ഒരു ചെടിച്ചട്ടിയിൽ ഇടാവുന്നതുമാണ്. ഇല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിലാണ് എങ്കിലും കളയാവുന്നതുമാണ്. ആരും ചവിട്ടാത്ത ഇടത്തും കളയാവുന്നതാണ്. എന്നാൽ ഏറ്റവും വിശേഷം എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നത് സാമ്പ്രാണിയിലിട്ട് തെളിയിക്കുന്നതാണ്. ഇപ്രകാരം കത്തിക്കുന്നത് സർവ്വ ഐശ്വര്യം നിങ്ങൾക്ക് നൽകും എന്നാണ് പറയുക. തീർച്ചയായും അതിനാൽ ഈ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക.